വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻ സൗകര്യം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും കഴിഞ്ഞ ദിവസം ജൂലൈ 2-ാം തീയതിയായിരുന്നു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. അത്തരത്തിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാതെ പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റാണ് തേർഡ് അലോട്ട്മെൻറ്റ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് മുന്നോടിയായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എഡിറ്റ് ഓപ്ഷൻസ് സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആർക്കൊക്കെ എഡിറ്റ് ഓപ്ഷൻ നൽകുവാൻ സാധിക്കും നോക്കാം. നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എഡിറ്റ് ഓപ്ഷൻസ് സമയം ശ്രദ്ധിക്കാം 3/7/2025, അത് ഇന്നും നാളെയുമാണ്. അതായത് ജൂലൈ 3-4 തീയതികളാണ് വിദ്യാർത്ഥികൾക്ക് വൈകിട്ട് 5 മണി വരെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച പ്രസ്തുത ഓപ്ഷന് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളും, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒന്നാമത് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമായിരുന്നു. അത്തരത്തിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളും, കൂടാതെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തിട്ട് ലഭിച്ച അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻസ് നൽകുവാൻ സാധിക്കുന്നത്. കാരണം പല വിദ്യാർത്ഥികളും സംശയമായിരുന്നു, അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥിക്ക് വീണ്ടും കോളേജ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത്തരത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്നും, അതായത് നേരത്തെ MG യൂണിവേഴ്സിറ്റിയൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഫസ്റ്റ് ഓപ്ഷൻ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ചെയ്ത് കോളേജ് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഈ പറയുന്ന എഡിറ്റ് ഓപ്ഷൻ നൽകുവാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന അവസരത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി മുഴുവൻ വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അഡ്മിഷൻ എടുത്ത ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്ന വിദ്യാർത്ഥികൾക്കും, അതേപോലെ മാൻഡേറ്ററി ഫീ അടക്കാതെ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാൻഡേറ്ററി ഫീ അടക്കാത്തതിൻ്റെ പേരിൽ അലോട്ട്മെൻറ്റിൽ നിന്ന് ഔട്ടായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു എഡിറ്റ് ഓപ്ഷൻസ് വഴി വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ തുടരുവാൻ സാധിക്കുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് മാൻഡേറ്ററി ഫീ ഇപ്പോൾ അടക്കേണ്ട ആവശ്യമില്ല. അതായത് വിദ്യാർത്ഥിക്ക് എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾ വീണ്ടും ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ മാത്രം മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി. അപ്പോൾ നിലവിൽ പ്രധാനമായിട്ടും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ എവിടെയും അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ മാൻഡേറ്ററി ഫീ അടക്കാത്തതിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റിന് പുറത്തായിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓപ്ഷൻസ് ഏഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് കോളേജ്, കോഴ്സ് എന്നിവ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനും ഏഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഈ അവസരത്തിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ വെയിറ്റേജ് ഡീറ്റെയിൽസ്, മാർക്ക് ഡീറ്റെയിൽസ്, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 3-4 തീയതികൾ എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള സമയം ഇപ്പോൾ ലഭ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുതുതായിട്ടുള്ള രജിസ്ട്രേഷൻ ഓപ്ഷൻ നൽകുന്നതല്ല, അത് പിന്നീട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വരികയാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസ് വഴി ഓപ്ഷൻസ് മാറ്റി കൊടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, അത്തരത്തിൽ വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഒന്നുകൂടി വെരിഫൈ ചെയ്ത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ഡൗൺലോഡ് ചെയ്ത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഫൈനൽ കൺഫർമേഷൻ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് വിദ്യാർത്ഥികളെ തേർഡ് അലോട്ട്മെൻറ്റ് പരിഗണിക്കുള്ളൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ എഡിറ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾ പിന്നീട് പൂർത്തിയാക്കാതെ വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തേർഡ് അലോട്ട്മെൻറ്റ് അത്തരത്തിൽ വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതായിരിക്കും. കൂടാതെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്ന വിദ്യാർത്ഥികളും, അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജിൽ നിങ്ങൾ വീണ്ടും ഓപ്ഷൻസ് ഹയർ ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അലോട്ട്മെൻറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടുകഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് താഴെയുള്ള കോളേജിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് 1, 2, 3, 4 ഓപ്ഷൻസൊക്കെ മുകളിലുള്ള ഓപ്ഷൻസ് കൊടുക്കുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് അല്ലെങ്കിൽ കോഴ്സ് തന്നെയാണ് കൊടുത്ത
കൊടുത്തതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഒന്നാമത് ഓപ്ഷൻ ലഭിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ഓപ്ഷൻസ് മാറ്റി കൊടുക്കാനും കോളേജ് മാറുവാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികളും ആ സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒരു കോളേജ് കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുമ്പോഴും അതേപോലെ നിലനിർത്തുമ്പോഴും വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് അല്ലെങ്കിൽ കോഴ്സ് തന്നെയാണ് 1, 2, 3 ഓപ്ഷനിൽ കൊടുത്തതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി. ഈ കാര്യം വളരെ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻസ് വഴി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു കോളേജോ അല്ലെങ്കിൽ കോഴ്സോ കൊടുക്കുന്നതിന് പകരം കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വിദ്യാർത്ഥികൾ കൊടുക്കുക. കൂടാതെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ജൂലൈ 7-ാം തീയതിയാണ് തേർഡ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് പ്രസിദ്ധീകരിക്കുക. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ് വിദ്യാർത്ഥികൾ കൃത്യമായി നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ ക്ലാസ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തേർഡ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ, അതായത് ഈ പറയുന്ന എഡിറ്റ് ഓപ്ഷൻസ് 3, 4 തീയതികൾ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 5, 6 തീയതികളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും വളരെ പ്രതീക്ഷയോടെ തേർഡ് അലോട്ട്മെൻറ്റ് കാത്തിരിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്ന സ്ഥിതിക്ക് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് വെക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.